ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കാഴ്ച നഷ്ടപ്പെട്ടവർക്കായി പരിശീലന കേന്ദ്രം ആരംഭിച്ച് അന്ധരുടെ ജീവിതത്തിൽ വെളിച്ചം വീശുകയാണ് സെന്റർ ഫോർ അസിസ്റ്റീവ് ടെക്നോളജി. കാഴ്ച വൈകല്യമുള്ളവർക്കും മറ്റുള്ളവരെ പോലെ തന്നെ കമ്പ്യൂട്ടർ, IT എന്നിവയിൽ പരിശീലനം നൽകുന്ന ഈ കേന്ദ്രം അന്ധവിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനപ്പെടും. പ്രധാന വാർത്തകളിലേക്ക്. വ്യവസ്ഥാപിത ഭരണകൂടത്തെ CPM വെല്ലുവിളിക്കുകയാണെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. നികുതി നിഷേധ സമരം ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് യോജിച്ചതല്ലെന്നും സുധീരൻ. കേരളത്തിൽ നല്ലത് വരുമ്പോൾ പ്രതിഷേധിക്കുന്നതാണ് നല്ല അവസരങ്ങളെ നഷ്ടപ്പെടുത്തുന്നതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഇതിന്റെ രക്തസാക്ഷികളാണ് തൊഴിൽ രഹിതരായ യുവാക്കളെന്നും മുഖ്യമന്ത്രി. അടുത്ത മാർച്ച് മാസത്തോടെ സംസ്ഥാനത്തെ കോർപ്പറേഷനുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും മാസ്റ്റർ പ്ലാൻ പുതുക്കുമെന്ന് മന്ത്രി മഞ്ഞളാംകുഴി അലി. വാർത്തകൾ വിശദമായി. വ്യവസ്ഥാപിത ഭരണകൂടത്തെ CPM വെല്ലുവിളിക്കുകയാണെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. നികുതി നിഷേധ സമരം ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വത്തിന് യോജിച്ചതല്ലെന്നും സുധീരൻ പറഞ്ഞു. കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ബൂത്ത് പ്രസിഡന്റുമാരുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു VM സുധീരൻ. വ്യവസ്ഥാപിത ഭരണകൂടത്തെ CPM വെല്ലുവിളിക്കുകയാണെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. നികുതി നിഷേധ സമരം ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വത്തിന് യോജിച്ചതല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ബൂത്ത് പ്രസിഡന്റുമാരുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷം ഭരിച്ചപ്പോഴും ഇവിടെ നികുതി കൂട്ടിയിട്ടുണ്ട്. കൊലപാതക രാഷ്ട്രീയത്തിന് പിന്നാലെ പോയി ജനങ്ങളുടെ എതിർപ്പ് നേരിടുന്നതിനാൽ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനാണ് CPM ഇത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്നും സുധീരൻ കുറ്റപ്പെടുത്തി. അതിനെ ഞങ്ങൾ നിഷേധിക്കും. നികുതി നിഷേധ സമരം എനിക്ക് അറിയാൻ പാടില്ല ചോദിക്കുകയാണ്. വ്യവസ്ഥാപിതമായൊരു ഭരണകൂടം നിയമപരമായി ആ സർക്കാരിൽ അർപ്പിതമായ അധികാരം ഉപയോഗിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനെ നിയമവിരുദ്ധമായ പാതയിലൂടെ നികുതി നിഷേധത്തിൻ്റെ പാതയിലൂടെ സമീപിക്കുക എന്ന് പറയുന്നത് ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ സംവിധാനത്തിന് യോജിച്ചതാണോ? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, KPCC വൈസ് പ്രസിഡന്റ് MM ഹസൻ, KC അബു, പത്മജ വേണുഗോപാൽ, അഡ്വക്കേറ്റ് P ശങ്കരൻ, MI ഷാനവാസ് MP എന്നിവരും KPCC DCC ഭാരവാഹികളും പങ്കെടുത്തു. 1868 ബൂത്ത് പ്രസിഡന്റുമാരാണ് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ബൂത്ത് പ്രസിഡന്റുമാരുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ ആദ്യത്തേതാണ് കോഴിക്കോട്ട് നടന്നത്. അടുത്ത മാർച്ച് മാസത്തോടെ സംസ്ഥാനത്തെ കോർപ്പറേഷനുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും മാസ്റ്റർ പ്ലാൻ പുതുക്കുമെന്ന് മന്ത്രി മഞ്ഞളാംകുഴി അലി. കോഴിക്കോട് ജില്ലാ ആസൂത്രണ സമിതിയുടെ സംയോജിത ജില്ലാ വികസന രൂപരേഖ തയ്യാറാക്കൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അടുത്ത മാർച്ച് മാസത്തോടെ സംസ്ഥാനത്തെ കോർപ്പറേഷനുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും മാസ്റ്റർ പ്ലാൻ പുതുക്കുമെന്ന് മന്ത്രി മഞ്ഞളാംകുഴി അലി പറഞ്ഞു. കോഴിക്കോട് ജില്ലാ ആസൂത്രണ സമിതിയുടെ സാങ്കേതിക സഹായത്തോടെ ജില്ലയ്ക്ക് വേണ്ടി സംയോജിത ജില്ലാ വികസന രൂപരേഖയും പ്രാദേശിക വികസന രൂപരേഖയും തയ്യാറാക്കുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 1920 നടപ്പിലാക്കിയ മാസ്റ്റർ പ്ലാനുകളാണ് ഇന്നും കോർപ്പറേഷനുകളിൽ തുടർന്നു വരുന്നത്. അതിനുശേഷം നിരവധി മാറ്റങ്ങൾ വന്നു. എന്നിട്ടും ആ മാറ്റം മാസ്റ്റർ പ്ലാനുകൾ കൊണ്ടുവരാൻ സാധിച്ചില്ല. ഈ സാഹചര്യത്തിൽ മാസ്റ്റർ പ്ലാനുകൾ പുതുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമുക്ക് 60 മുനിസിപ്പാലിറ്റികളും 5 കോർപ്പറേഷനുകളുണ്ട്, 65 പ്രധാനപ്പെട്ട നഗരങ്ങളുണ്ട്. ഈ നഗരങ്ങളിലെ മാസ്റ്റർ പ്ലാൻ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളതൊന്നും പോണ്ട, മാസ്റ്റർ പ്ലാൻ മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ 4 or 5 കോർപ്പറേഷനുകൾ മാത്രമാണ് നമുക്ക് മാസ്റ്റർ പ്ലാൻ റെഡി ആയിട്ടുള്ളത്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ 1920-ലും അതിന് മുമ്പേ ഉണ്ടാക്കിയ മാസ്റ്റർ പ്ലാനാണ് നമ്മൾ ഇപ്പോഴും തുടർന്നു പോകുന്നതാണ് സത്യം. ആ കാലഘട്ടത്തിന് ശേഷം എന്തെല്ലാം മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നു.
വളരെ വലിയ മാറ്റങ്ങൾ നമ്മളെ വന്നു. നമ്മളൊന്നും ആ കാലത്തൊന്നും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലാത്ത അത്രയധികം മാറ്റങ്ങൾ അവിടെ വന്നു. പക്ഷെ ഇപ്പോഴും നമ്മൾ ആ ഒരു രീതി, ആ ഒരു മാസ്റ്റർ പ്ലാൻ മാത്രമാണ് നമ്മൾ നഗരങ്ങളിലും അതുപോലെ തന്നെ കോർപ്പറേഷനുകളിലൊക്കെ മാത്രം നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത മാർച്ച് മാസം ആകുമ്പോഴേക്കും നമ്മുടെ നഗരങ്ങളുടെ 65 നഗരങ്ങൾ, അതായത് 60 മുനിസിപ്പാലിറ്റികൾ, 5 കോർപ്പറേഷനുകൾക്ക് മാസ്റ്റർ പ്ലാൻ തയ്യാറാവുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വെസ്റ്റ് ഹിൽ PWD ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ എ പ്രദീപ് കുമാർ MLA അധ്യക്ഷം വഹിച്ചു. AK ശശീന്ദ്രൻ MLA, കലക്ടർ CA ലത, KURDFC ചെയർമാൻ K മൊയ്തീൻ കോയ, ജില്ലാ ആസൂത്രണ കമ്മിറ്റി അംഗം തങ്കമണി, തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NP ദേവി, കുന്നുമൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത നടേമൽ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R ശശി തുടങ്ങിയവർ സംബന്ധിച്ചു. മാനേജർമാരുടെ ശിക്ഷണാധികാരം എടുത്തുകളയണമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ. മലപ്പുറം ഹൈസ്കൂൾ അധ്യാപകൻ KK അനീഷിന്റെ മരണത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് KSTA DDE ഓഫീസിന് മുന്നിൽ നടത്തിയ പിക്കറ്റിംഗ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലപ്പുറം മുന്നിയൂർ ഹൈസ്കൂൾ അധ്യാപകൻ KK അനീഷിന്റെ മരണത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തുക, മാനേജർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അധ്യാപകർ വിദ്യാഭ്യാസ ഓഫീസുകൾ പിക്കറ്റ് ചെയ്തത്. കോഴിക്കോട് DDE ഓഫീസിന് മുൻപിൽ നടന്ന പിക്കറ്റിംഗ് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മുന്നിയൂർ സ്കൂളിലെ അധ്യാപകന്റെ മരണത്തിന് ഉത്തരവാദിയായ സ്കൂൾ മാനേജർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും മാനേജർമാരുടെ ശിക്ഷണാധികാരം എടുത്തുകളയണമെന്നും പൊതുവിദ്യാഭ്യാസ മേഖലയിലെ വികലമായ നയങ്ങൾ തിരുത്തണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. മാനേജർമാർക്കുള്ള അനിയന്ത്രിതമായ അധികാരം അത് നിയന്ത്രിക്കേണ്ടുന്ന ആവശ്യകതയിലേക്കാണ് അനീഷിന്റെ സംഭവം ചെന്നെത്തിയിട്ടുള്ളത്. സ്വകാര്യ സ്കൂൾ മാനേജർമാർക്ക് അധ്യാപകരെ പിരിച്ചുവിടാനുള്ള അധികാരം എടുത്തുകളയുകയാണ് വേണ്ടത്. FSETO ജില്ലാ സെക്രട്ടറി M മുരളീധരൻ, KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PK സതീഷ്, ജില്ലാ സെക്രട്ടറി RV അബ്ദുള്ള, VP രഘുനാഥ് എന്നിവർ സംസാരിച്ചു. കേരളത്തിൽ നല്ലത് വരുമ്പോൾ പ്രതിഷേധിക്കുന്നതാണ് നല്ല അവസരങ്ങളെ നഷ്ടപ്പെടുത്തുന്നത്. ഇതിന്റെ രക്തസാക്ഷികളാണ് തൊഴിൽ രഹിതരായ യുവാക്കളെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. 2014-15 വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിൽ നല്ലത് വരുമ്പോൾ പ്രതിഷേധിക്കുന്നതാണ് നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുന്നത്. ഇതിന്റെ രക്തസാക്ഷികളാണ് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. കേരളത്തിനും സമൂഹത്തിനും നല്ലത് ചെയ്യുന്ന പരിപാടികൾക്ക് യെസ് പറയണം. ശരിയായ കാലത്ത് യെസ് പറഞ്ഞാലേ അവസരങ്ങൾ ലഭിക്കുകയുള്ളൂവെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. 2014-15 വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നല്ലത് പലതും വരുമ്പോൾ എതിർപ്പുകളാണ്, പ്രതിഷേധമാണ്, സമരമാണ്. നമുക്ക് വളരെയേറെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു. ആ അവസരങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ രക്തസാക്ഷികളാണ് ഈ കേരളത്തിലെ കാലാകാലങ്ങളിലെ യുവാക്കൾ. അവർക്ക് നാട് വിട്ടു പോകേണ്ടി വന്നു. കേരളത്തിന് പുറത്തേക്ക്, ഇന്ത്യക്ക് പുറത്തേക്ക്. നമുക്കിവിടെ അവസരങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കാഞ്ഞിട്ടാണോ? അല്ല. ലോകം മുഴുവൻ കമ്പ്യൂട്ടറിന്റെ സാധ്യതകൾ പരിശോധിച്ചപ്പോൾ, പഠിച്ചപ്പോൾ, സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ചപ്പോൾ കേരളത്തിൽ കമ്പ്യൂട്ടർ വിരുദ്ധ സമരമായിരുന്നു. മറ്റുള്ളവർ അവസരങ്ങൾ ഉപയോഗിച്ചു, നമ്മൾ അവസരങ്ങൾ നിഷേധിച്ചു. കോഴിക്കോട് ജയ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുറബ് മുഖ്യപ്രഭാഷണം നടത്തി. മന്ത്രി ഡോക്ടർ MK മുനീർ, MK രാഘവൻ MP എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ KM അഭിജിത്ത് അധ്യക്ഷനായിരുന്നു. MLA ഷാഫി പറമ്പിൽ, PSC മെമ്പർ TT ഇസ്മായിൽ, യൂണിയൻ സെക്രട്ടറി MKM സാദിഖ്, വൈസ് ചെയർമാൻ A ഫാസിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. വാർത്തകളിൽ ഇടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്.
നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം, നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളും ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം, നിമിഷങ്ങളെല്ലാം ഉത്സവം. വാഴ്വെന്നും അഴകാം ഉത്സവം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. ആരോഗ്യ മേഖലയിൽ നടപ്പിലാക്കി വരുന്ന കാടൻ നിയമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആരോഗ്യ മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ബിനായക് സെൻ. മാസ് മൂവ്മെന്റ് ഫോർ സോഷ്യലിസ്റ്റ് ആൾട്ടർനേറ്റീവിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആരോഗ്യാവകാശ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുജനാരോഗ്യ സംവിധാനത്തെ തകർക്കുന്ന നയങ്ങൾ പിൻവലിക്കുക, ഔഷധ മേഖലയിലെ കൊള്ള അവസാനിപ്പിക്കുക, ആരോഗ്യാവകാശം മൌലികമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാസ് മൂവ്മെന്റ് ഫോർ സോഷ്യലിസ്റ്റ് ആൾട്ടർനേറ്റീവിന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യാവകാശ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന കൺവെൻഷൻ ആരോഗ്യ മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ബിനായക് സെൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ മേഖലയിൽ നടപ്പിലാക്കി വരുന്ന കാടൻ നിയമങ്ങൾ അവസാനിപ്പിക്കണമെന്നും UAPA നിയമവിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ എ അച്യുതൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ KP അരവിന്ദൻ, K രാമചന്ദ്രൻ, GV രാജ, പ്രൊഫസർ MN കാരശ്ശേരി, ഡോക്ടർ EP മോഹനൻ, K അജിത, കൽപ്പറ്റ നാരായണൻ തുടങ്ങിയ ആരോഗ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു. കാഴ്ചവൈകല്യം ബാധിച്ചവർക്കായുള്ള പരിശീലന കേന്ദ്രം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ആദ്യത്തെ പരിശീലന കേന്ദ്രമാണ് ഫറൂഖ് കോളേജിൽ ആരംഭിച്ചത്. കമ്പ്യൂട്ടർ, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻ സ്കിൽ തുടങ്ങിയവയിൽ പ്രായോഗിക പരിശീലനം കേന്ദ്രത്തിൽ നൽകും. ഫറൂഖ് കോളേജിൽ ആരംഭിച്ച കാഴ്ചവൈകല്യം ബാധിച്ചവർക്കായുള്ള സംസ്ഥാനത്തെ ആദ്യ പരിശീലന കേന്ദ്രം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്സിനു വേണ്ടി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മവും മുഖ്യമന്ത്രി നിർവഹിച്ചു. നമ്മൾ കാട്ടാൻ ബാധ്യസ്ഥമായിട്ടുള്ള വെറും ഒരു നീതി മാത്രമാണ്. നമുക്ക് ഇങ്ങനെയുള്ളവരോട് സിമ്പതി പറഞ്ഞാൽ പോരാ, അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനും അവർക്ക് പ്രയോജനപ്പെടാനും സാധിക്കത്തക്ക വിധത്തിൽ പ്രവർത്തിക്കേണ്ടതായിരിക്കും. കേരള സ്റ്റേറ്റ് കൌൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റിനു കീഴിലുള്ള സെന്റർ ഫോർ അസിസ്റ്റീവ് ടെക്നോളജീസിന്റെ സംസ്ഥാനത്തെ ആദ്യത്തെ സംരംഭമാണ് ഈ കേന്ദ്രം. കമ്പ്യൂട്ടർ, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻ സ്കിൽ തുടങ്ങിയവയിൽ പ്രായോഗിക പരിശീലനം കേന്ദ്രത്തിൽ നൽകും. 8 മാസം ദൈർഘ്യമുള്ള ഓരോ മൊഡ്യൂളിനും 20 പേർക്കാണ് പ്രവേശനം നൽകുക. ഫറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് PK അഹമ്മദ് ചെയർമാനായ PK ഗ്രൂപ്പാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്സിന് പുതിയ കെട്ടിടം പണിയുന്നത്. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രിമാരായ PK അബ്ദുറബ്ബ്, MK മുനീർ, MK രാഘവൻ MP, പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രൊഫസർ രാജശേഖരൻ പിള്ള, NC അംസക്കോയ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ M അബ്ദുൽ സലാം, PK അഹമ്മദ്, KV കുഞ്ഞഹമ്മദ് കോയ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്ഥലം ലഭ്യമായാൽ ഉടൻ ഉറൂബിനായി സ്മാരകം നിർമ്മിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഉറൂബിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഉറൂബ് സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഗവൺമെന്റ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഉറൂബിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി. 1 വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടിയുടെ ഭാഗമായി ഉറൂബ് സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ വയനാട് റോഡിലെ ഗവൺമെന്റ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന പരിപാടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ഉറൂബിന്റെ സംഭാവനകളെക്കുറിച്ചും സ്മാരക നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചും മുഖ്യമന്ത്രി സംസാരിച്ചു. സ്ഥലം ലഭ്യമായാൽ ഉടൻ ഉറൂബിനായി സ്മാരകം കോഴിക്കോട്ട് നിർമ്മിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വളരെയേറെ ആളുകളുടെ ഒരു നീണ്ട കാലഘട്ടത്തെ കഠിനാധ്വാനത്തിന്റെ, ത്യാഗത്തിന്റെ വിലപ്പെട്ട സംഭാവനകളുടെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ വില, അതിനുവേണ്ടി നമ്മുടെ മുൻ തലമുറക്കാർ സഹിച്ച ത്യാഗവും കഷ്ടപ്പാടും ക്ലേശങ്ങളും
അതിൻ്റെ ഒരു അംശമെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നുവെങ്കിൽ ഈ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുന്നതിൽ ഞാൻ ഉൾപ്പെടെ നമ്മൾ എല്ലാവരും ഇതിനേക്കാൾ എത്രയോ അധികം ശ്രദ്ധിക്കുമായിരുന്നു എന്ന് പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. എന്തായാലും റൂമിന്റെ ഈ ജന്മശതാബ്ദി ആഘോഷം നടത്താൻ തീരുമാനിച്ച ഇതിന്റെ സമിതിയെ ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. അവരുടെ പ്രവർത്തനം ഏറ്റവും വിജയകരമായി. ചടങ്ങിൽ MK രാഘവൻ MP, ഡോക്ടർ MGS നാരായണൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഉറൂബ് സാംസ്കാരിക സമിതി ചെയർമാൻ VR സുധീഷ് അധ്യക്ഷം വഹിച്ചു. പ്രസിഡന്റ് NE ബാലകൃഷ്ണ മാരാർ, സെക്രട്ടറി AP കുഞ്ഞാമു, കൺവീനർ KP വിജയകുമാർ, T സിദ്ദിഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. കേന്ദ്ര ജീവനക്കാർ 1968 സെപ്റ്റംബർ 19 നടത്തിയ ഐതിഹാസിക പണിമുടക്കിന്റെ സ്മരണയിൽ രക്തസാക്ഷി ദിനം ആചരിച്ചു. തപാൽ, RMS, BSNL ജീവനക്കാരും പെൻഷൻകാരും സംയുക്തമായി കോഴിക്കോട് ഹെൽത്ത് പോസ്റ്റ് ഓഫീസ് റിക്രിയേഷൻ ക്ലബ്ബ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ പ്രഭാഷണം നടത്തി. കേന്ദ്ര ജീവനക്കാർ 1968 സെപ്റ്റംബർ 19 നടത്തിയ ഐതിഹാസിക പണിമുടക്കിന്റെ സ്മരണയിൽ രക്തസാക്ഷി ദിനം ആചരിച്ചു. തപാൽ, RMS, BSNL ജീവനക്കാരും പെൻഷൻകാരും സംയുക്തമായി കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസ് റിക്രിയേഷൻ ക്ലബ്ബ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. മതാധികാര ബന്ധങ്ങളെ ആകെ നിരാകരിച്ച രാഷ്ട്രസങ്കല്പം എന്ന് പറയുന്നത് മതങ്ങൾക്കും ഭാഷകൾക്കും പ്രദേശങ്ങൾക്കും അല്ലാപ്പുറത്ത് ജനങ്ങളെ ആകെ ഒന്നായി കാണാനുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉദ്ഘാടന പ്രക്രിയയായിരുന്നു. PV ചന്ദ്രശേഖരൻ എഴുതിയ കമ്പി തപാൽ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം കേരളത്തിൽ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. KG സജീവൻ അധ്യക്ഷനായിരുന്നു. 1968 സമരത്തിൽ പങ്കെടുത്ത K കൃഷ്ണൻ, R ജൈനേന്ദ്രകുമാർ, V മോഹൻദാസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. High casual jewelry from Malabar Gold and Diamonds. ഓണാശംസകളോടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. Celebrate the beauty of life. വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. വാർത്തകൾ തുടരുന്നു. കലയ്ക്കും സംഗീതത്തിനും ജീവിതം സമർപ്പിച്ച മുല്ലശ്ശേരി രാജുവിന് ആസ്വാദക ലോകത്തിന്റെ പ്രണാമം. മുല്ലശ്ശേരി രാജു അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ചരമവാർഷിക ദിനത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചത്. കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. മുല്ലശ്ശേരി രാജഗോപാലിന്റെ സ്മരണകൾക്ക് മുൻപിൽ നഗരത്തിന്റെ സംഗീതാർച്ചന. 12 വർഷങ്ങൾക്ക് മുൻപ് വിട പറഞ്ഞ അദ്ദേഹത്തെ അനുസ്മരിക്കാനും ഗാനാർച്ചന നടത്താനും സംഗീതജ്ഞരുടെ വൻസംഘം തന്നെ കോഴിക്കോട്ടുണ്ടായിരുന്നു. ചലച്ചിത്ര രംഗത്തു നിന്ന് സംവിധായകരായ ജയരാജ്, ആഷിഖ് അബു, TA റസാഖ്, നടിമാരായ മഞ്ജു വാര്യർ, റീമ കല്ലിങ്കൽ എന്നിവരുമെത്തി. മുല്ലശ്ശേരി രാജഗോപാലിന്റെ ഭാര്യ ലക്ഷ്മി രാജഗോപാലും മകൾ നാരായണിയും ചേർന്ന് അതിഥികളെ സ്വീകരിച്ചു. ടാഗോർ സെന്റിനറി ഹാളിൽ നടന്ന അനുസ്മരണ പരിപാടികൾ മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MP വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. ക്യാൻസർ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരൻ അധ്യക്ഷം വഹിച്ചു. കളക്ടർ CA ലത, മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ, PV ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. കോഴിക്കോടിന്റെ സംഗീത സംവിധായകനും മുല്ലശ്ശേരി രാജഗോപാലിന്റെ അടുത്ത സുഹൃത്തുമായിരുന്ന അന്തരിച്ച പൂതേരി രഘുകുമാറും സംഗീത സംവിധായകൻ K രാഘവൻ, ഗായകൻ ഉദയഭാനു എന്നിവർക്കും സമർപ്പിച്ചുള്ള ഗാനമേളയും അരങ്ങേറി. സംഗീതത്തിന്റെ അകമ്പടിയോടെയാണ് അനുസ്മരണ പരിപാടികൾ തുടങ്ങിയത്. കണ്ണ ഗുരുവായൂരപ്പ എന്ന ഗാനം ശ്രീദേവി ആലപിച്ചതോടെ പരിപാടികൾ ആരംഭിച്ചു. തുടർന്ന് സതീഷ് ബാബു, ലീന പപ്പൻ, നിഷാദ്, സുനിൽകുമാർ, R കനകാംബരം, സിന്ധു പ്രാങ്കുമാർ, കീർത്തന, സാധിക എന്നിവരും ഗാനങ്ങൾ ആലപിച്ചു. ഞാൻ എന്റെ രാഗങ്ങൾ വീട്ടും. പപ്പൻ, ഹരിദാസ് എന്നിവർ കീബോർഡിലും
മണികണ്ഠൻ വയലിലും, ജോയ് വിൻസെന്റ്, ഡേവിഡ് ബാബു, പോൾ വിജയൻ എന്നിവർ ഗിറ്റാറിലും, അസീസ്, രാജൻ എന്നിവർ ഡ്രംസിലും, ശിവദാസ് ബിജു എന്നിവർ തബലയിലും അകമ്പടി സേവിച്ചു. തുടർന്ന് പ്രദീപ് ഹുഡനയുടെ മാജിക് ഷോയും അരങ്ങേറി. ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടം PK മൊയ്തു സ്മാരക സൗധം മന്ത്രി MK മുനീർ ഉദ്ഘാടനം ചെയ്തു. 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ഹയർ സെക്കൻഡറി കമ്പ്യൂട്ടർ ലാബും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. 100 വർഷം പിന്നിട്ട ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഒരു അധ്യായം കൂടി രചിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്കുള്ള പഠന സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി സ്കൂൾ അങ്കണത്തിൽ മഹ്റൂം PK മൊയ്തു ഹാജിയുടെ സ്മരണയ്ക്കായി പണി കഴിപ്പിച്ച 3 നില കെട്ടിടം പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ ഉദ്ഘാടനം ചെയ്തു. എയർ കണ്ടീഷൻഡ് കമ്പ്യൂട്ടർ ലാബ്, സ്മാർട്ട് റൂം, ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി ക്ലാസ് മുറികളാണ് 3 നിലകളിലായി സജ്ജീകരിച്ചിട്ടുള്ളത്. കമ്പ്യൂട്ടർ ലാബിലേക്ക് MK മുനീർ MLAയുടെ ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ വിലമതിക്കുന്ന 20 കമ്പ്യൂട്ടറുകൾ നൽകി. ഇതിന്റെ സ്വിച്ച് ഓൺ കർമ്മവും മന്ത്രി നിർവഹിച്ചു. 30 ലക്ഷം രൂപ ചിലവിട്ട് കമ്മിറ്റി പ്രസിഡന്റ് PK അഹമ്മദ് തന്റെ പിതാവിന്റെ സ്മരണയ്ക്കായാണ് കെട്ടിടം നിർമ്മിച്ച് സ്കൂളിന് നൽകിയത്. ഇതോടൊപ്പം വിദ്യാലയവുമായി ബന്ധപ്പെട്ട 100 വർഷത്തെ ചരിത്രരേഖകൾ അടങ്ങിയ ഡോക്യുമെന്ററിയുടെ പ്രദർശനവും നടന്നു. പാവപ്പെട്ടവരും നിർധനരും മിടുക്കന്മാരുമായ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസം ലക്ഷ്യമാക്കി എഡ്യൂ സപ്പോർട്ട് പദ്ധതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മുനിസിപ്പൽ കൌൺസിലർ TV മുഹമ്മദ് കോയയുടെ പേരിലുള്ള സ്കോളർഷിപ്പ് വിതരണത്തിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് PK അഹമ്മദ് അധ്യക്ഷനായിരുന്നു. CP കുഞ്ഞു മുഹമ്മദ്, K അബൂബക്കർ, മുഹമ്മദ് അബ്ദുൽ സലാം PK, CM നജീബ്, N ഉമ്മർ കോയ, P മുഹമ്മദ് കോയ, PK അബ്ദുൽ നിസാർ, K ഹസൻ കോയ, VK ഫൈസൽ, PT അബ്ദുൽ ലത്തീഫ്, N നൂറുദ്ദീൻ മുഹമ്മദ്, മുഹമ്മദ് ബഷീർ TP, PKB അബ്ദുൽ അസീസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. KSRT എംപ്ലോയീസ് അസോസിയേഷൻ CITUവിന്റെ സംസ്ഥാന ജനറൽ കൌൺസിൽ സെപ്റ്റംബർ 23-ന് ന്യൂ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കും. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്യും. കൌൺസിലിന്റെ ഭാഗമായി സെപ്റ്റംബർ 22-ന് KSRTC നേരിടുന്ന പ്രതിസന്ധിയും പരിഹാര മാർഗങ്ങളും എന്ന വിഷയം ആസ്പദമാക്കി കോഴിക്കോട് ടൗൺ ഹാളിൽ സെമിനാർ നടത്തും. LDF കൺവീനർ വൈക്കം വിശ്വൻ ഉദ്ഘാടനം ചെയ്യും. കാലിക്കറ്റ് സിറ്റി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, സ്കിൻ കെയർ ആൻഡ് സോറിയാസിസ് സെന്റർ, മിംസ് ആശുപത്രിക്ക് സമീപം സെപ്റ്റംബർ 22-ന് തിങ്കളാഴ്ച പ്രവർത്തനം ആരംഭിക്കുമെന്ന് സാരഥികൾ പറഞ്ഞു. സോറിയാസിസ് ക്ലിനിക്, ആസ്മ അലർജി ക്ലിനിക്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക പൈൽസ് ക്ലിനിക് എന്നിവ കൂടാതെ പഞ്ചകർമ്മ ചികിത്സകളും ആശുപത്രിയിൽ ലഭ്യമാകുമെന്ന് കാലിക്കറ്റ് സിറ്റി കോഓപ്പറേറ്റീവ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ലിമിറ്റഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗോപാലൻ പറഞ്ഞു. ഹൃദ്രോഗ ചികിത്സയ്ക്കായി നൂതന 3D മാപ്പിംഗ് സംവിധാനം മെട്രോ ഇന്റർനാഷണൽ കാർഡിയാക് സെന്ററിൽ സജ്ജമായതായി MD ഡോക്ടർ PP മുഹമ്മദ് മുസ്തഫ പറഞ്ഞു. 3D മാപ്പിംഗിന്റെ സഹായത്തോടുകൂടി EP സ്റ്റഡി ആൻഡ് RF അബളേഷൻ ചികിത്സ ചെയ്യുമ്പോൾ കൃത്യത കൂടുകയും അപകട സാധ്യത കുറയുകയും ചെയ്യുമെന്നും 10ഓളം രോഗികളിൽ ഇത് വിജയകരമായി നടപ്പിലാക്കിയതായും ആശുപത്രി സാരഥികൾ പറഞ്ഞു. KSTU സംസ്ഥാന കമ്മിറ്റിയുടെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവാർഡിന് ഡോക്ടർ കുഞ്ഞഹമ്മദ് കുട്ടി, പീഡനത്തിനിരയായ ഷെഫീഖിന്റെ ആയ രാഗിണി, ആറ്റിങ്ങൽ ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ +1 വിദ്യാർത്ഥി SS നരേന്ദ്രൻ എന്നിവർ അർഹരായതായി KSTU നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സെപ്റ്റംബർ 24 ബുധനാഴ്ച തിരുവനന്തപുരം VJT ഹാളിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവാർഡുകൾ വിതരണം ചെയ്യും. സ്ത്രീദിന വിപത്തിനെതിരെ ശക്തമായ മുന്നേറ്റവുമായി താസ മൂവ്മെന്റ് രൂപീകരിച്ചതായി സംഘാടകർ പറഞ്ഞു. മൂവ്മെന്റിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും ഉദ്ഘാടനവും ഒക്ടോബർ 2-ന് നടത്തുമെന്നും സ്ത്രീദിനത്തിനെതിരെ യുവാക്കളിൽ ബോധവൽക്കരണത്തിനായി നവംബറിൽ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് സ്ത്രീദിനം മരിക്കട്ടെ, സ്ത്രീ ജീവിക്കട്ടെ എന്ന മുദ്രാവാക്യത്തോടെ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. കാക്കൂർ ലിറ്റിൽ സ്റ്റാർ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മെഡികെയറിന്റെ കീഴിൽ ലഭ്യമായ വീൽചെയർ ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഹാഷിറിന് നൽകി. സ്കൂളിലെ പ്രധാന അധ്യാപിക ജീജ ടീച്ചറാണ് വീൽചെയർ മുഹമ്മദ് ഹാഷിറിന് കൈമാറിയത്. PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. അധ്യാപകരായ അശോകൻ, ഭാസ്കരൻ, അബ്ദുൽ വഹാബ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്യവസ്ഥാപിത ഭരണകൂടത്തെ CPM വെല്ലുവിളിക്കുകയാണെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. നികുതി നിഷേധ സമരം ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് യോജിച്ചതല്ലെന്നും സുധീരൻ. കേരളത്തിൽ നല്ലത് വരുമ്പോൾ പ്രതിഷേധിക്കുന്നതാണ് നല്ല അവസരങ്ങളെ നഷ്ടപ്പെടുത്തുന്നതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഇതിന്റെ രക്തസാക്ഷികളാണ് തൊഴിൽ രഹിതരായ യുവാക്കളെന്നും മുഖ്യമന്ത്രി.
അടുത്ത മാർച്ച് മാസത്തോടെ സംസ്ഥാനത്തെ കോർപ്പറേഷനുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും മാസ്റ്റർ പ്ലാൻ പുതുക്കുമെന്ന് മന്ത്രി മഞ്ഞളാംകുഴി അലി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്.